പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തതിൻ്റെ തുടർച്ചയാണ് ഇന്ന് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്: പ്രൂവ് ദാറ്റ് ദ അരിത്മെറ്റിക് സീക്വൻസ് 5, 8, 11 ഡാഷ് കണ്ടെയ്ൻസ് നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അതായത് 5, 8, 11 എന്ന് പോകുന്ന സമാന്തര ശ്രേണിയിൽ പൂർണ്ണവർഗങ്ങളൊന്നുമില്ല എന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസിന്റെ എന്നാം പദം കണ്ടുപിടിക്കാം. അതിന് ആദ്യം ഫസ്റ്റ് ടേം എഴുതുന്നു. ഫസ്റ്റ് ടേം എഫ് സമം 5. കോമൺ ഡിഫറൻസ് 8 - 5, 8 - 5 സമം 3. എന്ത് ടൈം കാണാനുള്ള വാക്യം വരുന്നത് xn സമം dn പ്ലസ് എഫ് മൈനസ് ഡി എന്നാണ്. ഇത് നമ്മൾ പല പ്രാവശ്യം ഉപയോഗിച്ചു. ഇതിനേക്കാൾ സ്പീഡാണ് xn സമം an പ്ലസ് ബി എന്ന ജനറൽ ഫോം ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ചത് നിങ്ങൾക്ക് ആ ഇക്വേഷൻ മനസ്സിൽ ഉറക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇത് ഉപയോഗിക്കുന്നതിനേക്കാൾ സ്പീഡായിരിക്കും xn സമം an പ്ലസ് ബി എന്ന് ഉപയോഗിക്കുന്നത്. അതിൽ a സൂചിപ്പിക്കുന്നത് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്, ബി എന്ന് പറയുന്നത് എഫ് മൈനസ് ഡി ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ xn സമം a, that is കോമൺ ഡിഫറൻസ് 3n പ്ലസ് ബി എഫ് മൈനസ് ഡി ആണ്. എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറയുന്നത് 5 മൈനസ് ഡി എന്ന് പറയുന്നത് 3n. 3n സമം 5 - 3, xn സമം 3n പ്ലസ് 2 എന്നാവും. നമുക്ക് പെട്ടെന്ന് കിട്ടി. അപ്പോൾ ഈ സീക്വൻസിന്റെ 5, 8, 11 എന്ന് പോകുന്ന അരിത്മെറ്റിക് സീക്വൻസിന്റെ ബീജഗണിത രൂപം 3n + 2 എന്ന് കിട്ടി കഴിഞ്ഞു. ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ സീക്വൻസിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയേഴ്സും ഇല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ്. അതുകൊണ്ട് xn സമം 3n + 2 എന്നതിൽ ആ xn നമ്മൾ സ്ക്വയർ ചെയ്യും. xn സ്ക്വയർ ചെയ്താൽ അതിന്റെ സ്ക്വയർ കിട്ടും. എങ്ങനെയാണ്? xn സ്ക്വയർ ഈസ് ഈക്വൽ ടു 3n + 2 ദ ഹോൾ സ്ക്വയർ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. a + b ദ ഹോൾ സ്ക്വയർ എന്ന ഫോമാണ്. a + b ദ ഹോൾ സ്ക്വയർ കഴിഞ്ഞ ദിവസം എഴുതി. a + b ദ ഹോൾ സ്ക്വയർ സമം a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ xn സ്ക്വയർ ഇവിടെ എങ്ങനെയാകും? 3n + 2 ദ ഹോൾ സ്ക്വയർ. 3n എന്ന് പറയുന്നത് ഇത് മുഴുവൻ കൂടിയാണ് a ആയിട്ട് വരുന്നത്. b എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് 3n + 2 ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 9n സ്ക്വയർ പ്ലസ് 3n ഉം 2 കൂടി ഗുണിച്ച് അതിനെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് മിഡിൽ ടേം ആയി 2ab കിട്ടുന്നത്. a + b ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ എന്നാണ്. അപ്പോൾ അതിൽ a × b ab × 2 ദാറ്റ് ഈസ് 2ab, അതാണ് മിഡിൽ ടേം. അപ്പോൾ അതനുസരിച്ച് ഇവിടെ വരുമ്പോൾ 3n × 2 6n × 2 ദാറ്റ് ഈസ് 12n ആണ് മിഡിൽ ടേം പ്ലസ് 2 സ്ക്വയർ ദാറ്റ് ഈസ് 4. അപ്പോൾ ഈ എന്നാം പദത്തിന്റെ സ്ക്വയർ കിട്ടി. xn സ്ക്വയർ സമം 9n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 4 എന്നായി. ഇതിൽ നമുക്ക് xn സ്ക്വയറിനെ ഇങ്ങനെയും കൂടി എഴുതാം. 9n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 3 പ്ലസ് 1. ഈ 4നെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 + 1 എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതിയത് ഇതുള്ളൂ. ഇവിടുന്ന് ഇത്രയും പോർഷൻ 3യുടെ മൾട്ടിപ്പിൾ ആണ്. ആ മൾട്ടിപ്പിൾ കിട്ടാൻ വേണ്ടി തന്നെയാണ് 4നെ ഈ രീതിയിൽ എഴുതിയത്. ഇതിൽ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ 3 കോമൺ ആയിട്ട് എടുത്താൽ xn സ്ക്വയർ സമം 9, 12, 3. ഇതിലെല്ലാം 3 ഉണ്ട്. 3 × 3 9, 4 × 3 12, 1 × 3 3. അപ്പോൾ 3 നമ്മൾ കോമൺ ആയിട്ട് എടുത്താൽ ഇങ്ങനെ വരുന്നു. 3 × 3n സ്ക്വയർ പ്ലസ് 12ൽ നിന്ന് 3 എടുത്തു പോയി ബാക്കി 4n പ്ലസ് ഇവിടെ 3 എടുത്തു പോയാൽ പിന്നെ 1
പിന്നെ നമ്മുടെ +1 അതുപോലെ കിട്ടി. ശരിയാണെന്ന് അറിയാൻ നമ്മൾ ഈ 3 കൊണ്ട് അകത്തേക്ക് ഇൻറ്റു ചെയ്താൽ മതി. ഇത് കണ്ടോ 3 × 3n² 9n², 3 × 4n 12n, 3 × 1 that is 3. ഈ 1 അങ്ങനെ വന്നിരിക്കുന്നു. ഇതാണ് നമുക്ക് സ്ക്വയർ ചെയ്ത് കിട്ടിയത്. അതായത് ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ആ 3ന്റെ മൾട്ടിപ്പിളിനോട് 1 ചേരുന്നതാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, അതായത് xn² എന്ന് പറയുന്നത്. 3ന്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടിയാൽ പൂർണ്ണവർഗ്ഗങ്ങൾ കിട്ടും. നമ്മളുടെ സീക്വൻസ് 5, 8, 11 എന്നിങ്ങനെ പോകുന്നതാണ്. ഈ സീക്വൻസിൽ പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, ഒരു പൂർണ്ണവർഗ്ഗവും ഇല്ല. നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പൂർണ്ണവർഗ്ഗവും ഇല്ലെന്ന് നമുക്ക് തെളിയിക്കണം. അപ്പോൾ നമുക്ക് തെളിയിക്കാൻ പറ്റും. 5 എന്ന് പറയുന്നത് അതുപോലെ 8, 11 എന്നെല്ലാം പറയുന്നത് 3ന്റെ മൾട്ടിപ്പിളിനോട് 2 കൂട്ടിയതാണ് എന്ന് പറയാൻ എളുപ്പം നമുക്ക് പറയാം. ഈ സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേമിന് പൊതുവ്യത്യാസമായ അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ആയ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഞാൻ ഈ 11നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 11ല് 3 ടൈംസ് 3 3s are 9, റിമൈൻഡർ 2. അപ്പോൾ ഇത് ഏത് ടൈമിന് ഇതുപോലെ കോമൺ ഡിഫറൻസ് ആയ 3 ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 വരും. എന്നാൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് 1 ആകാം, 4 ആകാം, 9, 16, 25, 36 ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അവർ പറയുന്നത് നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണവർഗ്ഗങ്ങളൊന്നും ഇല്ലെന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈ കാണുന്ന ഏത് ടൈമിനെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 വരുന്നു. പക്ഷെ ആ രീതിയിലുള്ള ടൈംസ് മാത്രമേ ഇതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. നമുക്കിവിടെ 1, 4, 9, 16, 25 ഇതാണല്ലോ, ഇതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഇനി നമുക്കുണ്ട് അതിൽ ഈ 25നെ നമുക്ക് കോമൺ ഡിഫറൻസ് ആയ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 25 ഡിവൈഡ് ബൈ 3, 25ല് 3 8 ടൈംസ് 8 3s are 24, റിമൈൻഡർ 1 വരും. ഇവിടെ റിമൈൻഡർ 1 ആണ് വരുന്നത്. ആ 1 ആണ് ഈ കാണുന്നത്. അതാണ് പറയുന്നത് ഇത്രയും 3ന്റെ മൾട്ടിപ്പിൾ ആണ്, അതിനോട് 1 ആഡ് ചെയ്താലാണ് പെർഫെക്റ്റ് സ്ക്വയർ ആകുന്നത്. ഇവിടെ 25നെ നമ്മൾ 3 ഡിവൈഡ് ചെയ്തപ്പോൾ 1 വന്നു. അതുപോലെ 16നെയും നമ്മൾ 3 ഡിവൈഡ് ചെയ്താൽ 1 വരും. 9നെ ഡിവൈഡ് ചെയ്താൽ 0 വരും. അപ്പൊ അതിന്റെ നമ്മൾ അങ്ങ് പോകേണ്ട കാര്യമില്ല. അവർ പറയുന്നത് പൂർണ്ണവർഗ്ഗങ്ങളൊന്നും ഇതിനകത്തില്ലെന്നുള്ളതാണ്. പൂർണ്ണവർഗ്ഗങ്ങൾ ഉണ്ടാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടുമായിരുന്നു. ഇവിടെ റിമൈൻഡർ വരുന്നത് 1 ആണ്. എന്നാൽ ഈ കാണുന്ന ടൈംസിലെ ഇങ്ങോട്ട് വരുന്നത് 5, 8, 11, 14, 17 അങ്ങനെ ഏത് ടൈം എടുത്താലും ആ ടൈമിനെ കോമൺ ഡിഫറൻസ് ആയ 3 ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. അതുകൊണ്ട് ക്ലിയർ നമുക്ക് എഴുതാം. നമ്മുടെ ഈ സീക്വൻസിൽ, അതായത് 5, 8, 11 എന്ന് പോകുന്ന സീക്വൻസിൽ ഒരു പൂർണ്ണവർഗ്ഗവും ഇല്ല എന്നാണ് നമുക്ക് ആൻസർ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റൈറ്റ് ദ ഓൾ നമ്പേഴ്സ് ഇൻ ദ അരിത്മെറ്റിക് സീക്വൻസ് 11/8, 14/8, 17/8 dash do they form an arithmetic sequence. ഇവിടെ 11/8, 14/8, 17/8 എന്ന് പോകുന്ന അരിത്മെറ്റിക് സീക്വൻസിൽ അഖണ്ഡ സംഖ്യകൾ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കതിന് അതിന്റെ ഓൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം f 11/8, കോമൺ ഡിഫറൻസ് 14/8 മൈനസ് 11/8, അതായത് 14/8 മൈനസ് 11/8 തമ്മിൽ മൈനസ് ചെയ്താൽ ഈ ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ ഒരെണ്ണം എഴുതാം. ന്യൂമറേറ്റർ മൈനസ് ചെയ്താൽ 14 മൈനസ് 11 3 എന്ന് വരുന്നു. അങ്ങനെ കോമൺ ഡിഫറൻസ് 3/8 എന്ന് വരും. അതിന്റെ ഓൾജിബ്രിക് ഫോം xn സമം റിയൽ ഫോം ആണ് a പ്ലസ് b. ഇതിൽ നമ്മൾ വിലയിട്ടാൽ a കോമൺ ഡിഫറൻസ്, b f മൈനസ് d,
അതായത് xn is equal to an. a കോമൺ ഡിഫറൻസ് ആണ്, that is 3/8. 3/8n plus b f minus d ആണ്. അതായത് f 11/8 minus d 3/8 മൈനസ് ചെയ്താൽ 11/8 മൈനസ് 3/8 എന്നാണ്. ഇവിടെ ഛേദങ്ങൾ ഒരുപോലെ ആയതുകൊണ്ട് ഒരെണ്ണം എഴുതിയിട്ട് അംശങ്ങൾ തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് എഴുതി നോക്കാം. xn സമം 3/8n പ്ലസ് ഒരേ ഡിനോമിനേറ്റർ ആണ്, അതുകൊണ്ട് ഒരെണ്ണം എഴുതുന്നു. ന്യൂമറേറ്റർ മൈനസ് ചെയ്താൽ 11 മൈനസ് 3 സമം 8 എന്ന് വരുന്നു. ഇവിടെ വെച്ച് 8 കട്ട് ചെയ്താൽ 1 എന്നാകും. അതുകൊണ്ട് xn സമം 3/8n plus 1 എന്നാകും. ഇതാണ് നമ്മുടെ ഈ ആക്ടിവിറ്റി സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം. ഇതിൽ n-ന് ഏത് വില ഇടുമ്പോഴാണ് നമുക്ക് ഓൾ നമ്പേഴ്സ് കിട്ടുന്നത്? n ഏത് വിലയും സ്വീകരിക്കാം, പക്ഷെ ഓൾ നമ്പർ കിട്ടുന്നതിന് ഏതെല്ലാം വിലകൾ സ്വീകരിക്കണം? നമുക്ക് ഒന്നുകൂടി ഞാൻ എടുത്ത് എഴുതുന്നു. xn സമം 3/8n plus 1. ഈ 8 ക്യാൻസൽ ആവാത്ത രീതിയിൽ വേണം n-ന് വില കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ n-ന് 8ന്റെ മൾട്ടിപ്പിളേ കൊടുക്കാവൂ. അതായത് n-ന് സ്വീകരിക്കാവുന്ന വിലകൾ 8 ആകാം, 8ന്റെ മൾട്ടിപ്പിൾ 8 ആണ്. പിന്നെ 16 ആകാം, 24 ആകാം, 32 ആകാം, ഇങ്ങനെയാകാം. അപ്പൊ ഇതെല്ലാം 8ന്റെ മൾട്ടിപ്പിൾ ആണ്. ആ 8ന്റെ മൾട്ടിപ്പിൾ ഇവിടെ കൊടുത്താൽ നമുക്ക് ഓരോ സന്ദർഭങ്ങളിലും കിട്ടുന്നത് ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓൾ നമ്പർ ആയിരിക്കും. അതായത് xn സമം 3/8 ഇൻറ്റു n-ന് ഞാൻ ഫസ്റ്റ് ടൈം ആദ്യ 8ന്റെ മൾട്ടിപ്പിൾ ആയ 8 ഇടുന്നു. അപ്പോൾ 3/8 ഇൻറ്റു 8 പ്ലസ് 1. ഇവിടെ 8 കട്ട് ചെയ്തു 1. then 3 into 1 3 plus 1 4. ഇതാണ് നമുക്ക് ഓൾ നമ്പർ ആയിട്ട് ആദ്യം വരുന്നത്. ഇനി നമുക്ക് ഈ 8ന്റെ മൾട്ടിപ്പിൾ ആയ 16 അതാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. xn സമം 3/8 into 16 plus 1. ഇവിടെ 16 8 കട്ട് ചെയ്യുന്നു. 16 8 2 പ്രാവശ്യം 3 ഇൻറ്റു 2 6 പ്ലസ് 1 7. അപ്പോൾ 16 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് സെക്കൻഡ് ടൈം ആയിട്ട് വരുന്നത് 7 ആണ്. ഇനിയോ 24 എന്ന് പറയുന്നത് 8ന്റെ മൾട്ടിപ്പിൾ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ xn സമം 3/8 into 24 plus 1. 24-ല് 8 3 times. 3 into 3 9 plus 1 10. ഇവിടെ 24 ഇട്ടാൽ വരുന്നത് 10 എന്ന്. നമുക്ക് ഒരു ടൈം കൂടി നമുക്ക് ഇട്ട് നോക്കാം. 32 ആണ് ഇടുന്നതെങ്കിൽ xn സമം ആ വാക്യത്തിൽ ഇടുന്നു 3/8 into 32 plus 1. 32-ല് 8 4 times 4 into 3 12 plus 1 13. ഇവിടെ നമുക്ക് 13 വരും. ഇതെല്ലാം ഓൾ നമ്പറാണ്. ഇറ്റ് ഈസ് ക്ലിയർ. ദിസ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 3. ഇത് കണ്ടോ, 4 7 10 13 ഇങ്ങനെ പോകുന്നു. അതുകൊണ്ട് 4 7 10 എന്ന് 13 എന്ന് പോകുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആവുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.